ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ദുര്യോധനൻ ശകുനിയോട് പറയുന്നു, എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്തിന്? യുധിഷ്ഠിര മഹാരാജാവിനെ ചൂത് കളിക്കാൻ വിളിക്കണം. ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം. ധൃതരാഷ്ട്രർ പറഞ്ഞാൽ മാത്രമേ, അതായത് ദുര്യോധനന്റെ അച്ഛനായ ധൃതരാഷ്ട്രർ വിളിച്ചാൽ മാത്രമേ യുധിഷ്ഠിരൻ ചൂത് കളിക്കാൻ വരികയുള്ളൂ. ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും അതനുസരിച്ചിട്ട് ശകുനി ധൃതരാഷ്ട്രരോട് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വിതുരര് ഇതിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ ചൂത് കളിക്കാൻ വിളിക്കാനായിട്ട് തീരുമാനിക്കുകയും അതനുസരിച്ചിട്ട് വിതുരനെ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. രാജാവിന്റെ കൽപ്പനയാണ്, അനുസരിച്ചേ മതിയാകൂ. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടു കൂടിയാണ് വിതുരര് യുധിഷ്ഠിരനെ കാണാനായിട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഇത് ചതിയാണ്, അതുകൊണ്ട് ഈ ഒരു ക്ഷണം സ്വീകരിക്കരുത് എന്ന നിലയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യുധിഷ്ഠിരൻ ആ ക്ഷണം സ്വീകരിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിരനും സഹോദരന്മാരും എല്ലാവരും എവിടെ എത്തിച്ചേരുന്നു? ഹസ്തിനപുരിയിൽ എത്തിച്ചേരുന്നു. ആ സമയത്തൊക്കെ വിതുരര് വിലക്കുന്നുണ്ട്. പക്ഷേ വിധിയുടെ നിശ്ചയം, അതുകൊണ്ട് യുധിഷ്ഠിരൻ സമ്മതിക്കുന്നു. അങ്ങനെ ആ ദിവസം എത്തുകയാണ്. എല്ലാ മഹാരഥന്മാരും സഭാതലത്തിൽ ഇരിക്കുന്നുണ്ട്. അവിടേക്ക് പാണ്ഡവരെത്തുന്നു. ദുര്യോധനനും ദുശാസനനും കർണനും ഒക്കെ ഉണ്ട്. വിതുരര്, ഭീഷ്മര്, ദ്രോണര്, ധൃതരാഷ്ട്രര് എല്ലാവരുമുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹവും സമ്മതവും നേടിക്കൊണ്ട് ചൂത് കളി ആരംഭിക്കുകയാണ്. ദുര്യോധനൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ അമ്മാവനാണ് കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മാവനായ ശകുനിയുമായി യുധിഷ്ഠിരൻ പകിട കളിയിൽ ഏർപ്പെടുന്നു. അങ്ങനെ ആദ്യം നാണയങ്ങൾ, പൊന്നാണയങ്ങൾ വെക്കുന്നു. അതായത് പണം വെച്ചാണ് കളിക്കുന്നത്. യുധിഷ്ഠിരൻ തോൽക്കുന്നു. പിന്നീട് രാജ്യത്തിലെ ഭണ്ഡാരത്തിലുള്ള സമ്പാദ്യമെല്ലാം വെക്കുന്നു, തോൽക്കുന്നു. അങ്ങനെ അതും നഷ്ടപ്പെടുന്നു. പിന്നീട് രാജ്യം തന്നെ പണയം വെക്കുന്നു, വീണ്ടും തോൽക്കുന്നു. അങ്ങനെ രാജ്യം നഷ്ടപ്പെടുന്നു. പിന്നീട് സഹോദരന്മാരെ പണയം വെക്കുന്നു, തോൽക്കുന്നു. അങ്ങനെ സഹോദരന്മാരും പണയ വസ്തുവായി മാറുന്നു. പിന്നീട് തന്നെ പണയം വെക്കുന്നു. അതോടുകൂടി യുധിഷ്ഠിരനും അടിമയായി തീരുന്നു. അതായത് എപ്പോഴും യുധിഷ്ഠിരൻ അങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെയാണ് പണയം വെക്കേണ്ടത് എന്നാണ് ചോദ്യം. ആ സമയത്ത് ഭാര്യയായ ദ്രൗപദിയെ പണയം വെക്കുന്നു. ആ കളിയിലും യുധിഷ്ഠിരൻ തോൽക്കുന്നു. അങ്ങനെ ദ്രൗപദിയും അടിമയായി തീരുന്നു. അതായത് കൗരവരുടെ അടിമയായി തീരുന്നു. ആ സമയത്ത് ദ്രൗപദിയെ സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദുര്യോധനൻ പ്രാതികാമിയോട് പറയുന്നു. പ്രാതികാമി ആരാണ്? മെസ്സഞ്ചറാണ്, ദൂതനാണ്. താൻ പോയി ദ്രൗപദിയെ കൂട്ടിക്കൊണ്ടുവരൂ. പാണ്ഡവന്മാരെ തെല്ലും ഭയപ്പെടണ്ട, അവന്മാർ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ പ്രാതികാമിയോട് ദുര്യോധനൻ പറയുകയാണ്. അങ്ങനെ ദുര്യോധനന്റെ ആജ്ഞ മാനിച്ച പ്രാതികാമി ദ്രൗപദിയുടെ അന്തഃപുരത്തിലെത്തുന്നു. എന്നിട്ട് ദ്രൗപദിയോട് പറയുകയാണ്, അല്ലയോ രാജകുമാരി, ചക്രവർത്തിയായ യുധിഷ്ഠിരൻ ചൂതുകളിയിൽ എല്ലാം പണയപ്പെടുത്തി തോറ്റിരിക്കുന്നു. ധനം മുഴുവനും പണയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം സഹോദരന്മാരെയും തന്നെയും അതിനുശേഷം
ഭവതിയെയും പണയപ്പെടുത്തി. അതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ ദുര്യോധനൻ ജയിച്ചു വെച്ചിരിക്കുന്ന പണയവസ്തുവിൽ ഒന്നു മാത്രമാണ് അവിടുത്തെ വിളിച്ചുകൊണ്ടുവരാൻ ദുര്യോധനൻ കൽപ്പിച്ചിരിക്കുകയാണ്. കൗരവന്മാരുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നു. ഇങ്ങനെ പ്രാതികാമി ദ്രൗപദിയോട് പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ദ്രൗപദി മറുപടി പറയുകയാണ്, സൂതപുത്ര, തീർച്ചയായും ബ്രഹ്മാവ് ഇപ്രകാരം വിധിച്ചു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കുഞ്ഞെന്നോ വൃദ്ധനെന്നോ ഭേദമില്ലാതെ ദുഃഖം എല്ലാവരെയും പുണരുമല്ലോ. ഈ ലോകത്ത് ധർമ്മം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. നാം ധർമ്മത്തിൽ ഉറച്ചു നിന്നാൽ ആ ധർമ്മം നമ്മെ രക്ഷിക്കും. നിങ്ങൾ സഭയിൽ തിരിച്ചു പോയി അവിടെയുള്ള ശ്രേഷ്ഠന്മാരോട് ചോദിക്കുക, രജസ്വലയായിരിക്കുന്ന ഒരു സ്ത്രീ ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഞാൻ ഒരിക്കലും ധർമ്മത്തെ ലംഘിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ദ്രൗപദി പ്രാതികാമിയോട് പറയുന്നു. പ്രാതികാമി തിരിച്ച് സഭയിൽ വന്ന് ദ്രൗപദിയോട് എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ദുര്യോധനൻ വളരെയധികം ദേഷ്യത്തോടു കൂടി പറയുകയാണ്, പ്രാതികാമി, പോയി ദ്രൗപദിയെ വിളിച്ചുകൊണ്ടുവാ, ഇവിടെ കൊണ്ടുവരണം അവളെ. അവൾ ഇവിടെ വരട്ടെ. അവളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ നിന്ന് നമുക്ക് കൊടുക്കാമെന്ന് പറയുന്നു. പ്രാതികാമിക്ക് ദ്രൗപദിയുടെ കോപത്തെ ഭയമായിരുന്നു. അതുകൊണ്ട് ദുര്യോധനന്റെ കൽപ്പന കേട്ടിട്ടില്ല എന്ന രീതിയിൽ അയാൾ സദസ്യരോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ദുര്യോധനന് പ്രാതികാമിയുടെ ഇപ്രകാരമുള്ള പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദുര്യോധനൻ അനുജനായ ദുശാസനനോട് പറയുകയാണ്, അനുജ, ഭീമനെ ഓർത്ത് ഈ പ്രാതികാമിയുടെ മുട്ട് ഇടിക്കുകയാണ്. അതുകൊണ്ട് നീ തന്നെ പോയി ദ്രൗപദിയെ പിടിച്ചു കൊണ്ടുവരണം. തോറ്റു തുന്നം പാടിയിരിക്കുന്ന പാണ്ഡവർ, അവർക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അവര് ഒരു ചുക്കും നിന്നെ ചെയ്യില്ല എന്ന് ദുര്യോധനൻ പറയുകയാണ്. അങ്ങനെ ജ്യേഷ്ഠന്റെ ആജ്ഞ കേട്ട മാത്രയിൽ കണ്ണും ചുവപ്പിച്ച് ദുശാസനൻ ദ്രൗപദിയുടെ അടുക്കലെത്തി പറയുകയാണ്, കൃഷ്ണേ, നടക്ക്, നിന്നെ ഞങ്ങൾ പണയ വസ്തുവാക്കി കൈക്കലാക്കിയിരിക്കുകയാണ്. ഇനി നിനക്ക് നാണമൊന്നും വേണ്ട. അവിടെ വന്ന് ദുര്യോധനന്റെ മുഖത്ത് നോക്ക്. എടി സുന്ദരി, ധാർമ്മികമായി തന്നെയാണ് ഞങ്ങൾ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നേരെ സഭയിലേക്ക് നടന്നു എന്ന് പറയുകയാണ്. അങ്ങനെ അലറുകയാണ്. ദുശാസനന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ ദ്രൗപദിയുടെ ഹൃദയത്തെ ദുഃഖം കൊണ്ട് ആർദ്രമാക്കി. കണ്ണുനീര് വീണ് അവളുടെ മുഖം മലിനമായി. ആർത്തഭാവം കൊണ്ട് മുഖം കുനിച്ച അവൾ ധൃതരാഷ്ട്രരുടെ റാണിമാരുടെ വാസസ്ഥലം ലക്ഷ്യമാക്കി ഓടുകയാണ്. പാപിയായ ദുശാസനൻ ക്രോധം കൊണ്ട് മതിമറന്ന് അവളെ അധിക്ഷേപിച്ചുകൊണ്ട് പുറകെ ഓടുന്നു. ദ്രൗപദിയുടെ കണങ്കാലറ്റം നീളമുള്ള ആ കേശഭാരത്തെ കടന്നു പിടിച്ചു ആ ദുഷ്ടൻ. ഒരു അനാഥ പെണ്ണിനെ എന്നതുപോലെ ദ്രൗപദിയുടെ മുടിക്ക് ചുറ്റി പിടിച്ചുകൊണ്ട് ദുശാസനൻ ആ സഭയിലേക്ക് നടക്കുകയാണ്. മനോഹരമായ പാഞ്ചാലിയുടെ ആ കേശം രാജസൂയ യജ്ഞത്തിനു ശേഷമുള്ള അവഭൃത സ്നാനവേളയിൽ മന്ത്രോച്ചാരണപൂർവം തെളിക്കപ്പെട്ട ജലം കൊണ്ട് നനഞ്ഞതായിരുന്നു. ദുശാസനൻ മുടിക്കു പിടിച്ചു വലിച്ചു കൊണ്ടുപോയ ദ്രൗപദി, ആ പാവം അവൾ വിറയ്ക്കുകയായിരുന്നു. ധൈര്യം അവലംബിച്ച് ആ സ്ത്രീരത്നം വിളിച്ചു പറയുകയാണ്, എടാ മൂഢനും ദുരാത്മാവുമായ ദുശാസന, ഞാൻ രജസ്വലയാണടാ.
ഒരു വസ്ത്രമേ ഞാൻ ധരിച്ചിട്ടുള്ളൂ. ഈ അവസ്ഥയിൽ നീ എന്നെ സഭയിൽ കൊണ്ടുപോകരുത് എന്ന്. ദ്രൗപദിയുടെ വാക്കുകളൊന്നും ദുശാസനൻ കേട്ടില്ല. അവളുടെ മുടിയിൽ വീണ്ടും ബലത്തോടു കൂടി ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, എടി ദ്രുപദപുത്രി, നീ രജസ്വലയോ ഒരു വസ്ത്രം ധരിച്ചവളോ വസ്ത്രമില്ലാത്തവളോ ആകട്ടെ, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ നിന്നെ ചൂതിൽ ജയിച്ചതാണ്. നീ ഞങ്ങളുടെ ദാസിയാണ്. ഇനി നിനക്ക് മറ്റു സ്ത്രീകളെ പോലെ നമ്മുടെ ദാസിമാരോടൊപ്പം കഴിയാം. ഇങ്ങനെ പറഞ്ഞു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദുശാസനൻ ദ്രൗപദിയെ സഭയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അങ്ങനെ ദ്രൗപദിയെ വലിച്ചിഴച്ചുകൊണ്ട് ആ സഭയിലേക്ക് ആ ദുഷ്ടനായ ദുശാസനൻ അങ്ങനെ കടന്നു വരികയാണ്. ഇങ്ങനെ ദുശാസനൻ ദ്രൗപദിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചപ്പോൾ അവളുടെ വസ്ത്രം അഴിഞ്ഞുപോയി. ഒരു കൈ കൊണ്ട് പാവം മുറുക്ക പിടിച്ചിരിക്കുകയാണ് ഉടുവസ്ത്രം. നാണത്തോടുകൂടി ലജ്ജയോടുകൂടി അപമാനിതയായി ദ്രൗപദി ആ രാജസദസ്സിൽ അങ്ങനെ നിൽക്കുകയാണ്. അപമാന ഭാരത്താൽ പാണ്ഡവർ തല കുനിച്ചിരിക്കുന്നു. ദ്രൗപദി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇന്ദ്രന് തുല്യമായ ഭരണാധികാരികളും എൻ്റെ ഗുരുജനങ്ങളും ഈ സഭയിലിരിക്കുന്നു. ഈ മഹാന്മാരുടെ മുമ്പിൽ ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ നിൽക്കും? എടാ പരമദ്രോഹി, എൻ്റെ വസ്ത്രത്തിൽ നീ പിടിച്ചു വലിക്കരുത്. എൻ്റെ വസ്ത്രം അഴിച്ചിടരുത്. ഈ നീചന് ധർമ്മഭയമില്ലേ? ഇന്ദ്രൻ നിന്നെ രക്ഷിക്കുവാൻ വന്നാൽ പോലും പാണ്ഡവരുടെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടില്ല. ധർമ്മരാജനായ യുധിഷ്ഠിരൻ ധർമ്മപദത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കുന്നവനല്ല. അദ്ദേഹം ധർമ്മത്തിന്റെ സൂക്ഷ്മതത്വം അറിയുന്നവനാണ്. ഞാൻ അദ്ദേഹത്തിൽ എല്ലാ ഗുണങ്ങളും കാണുന്നു. ദോഷത്തിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിൽ തീണ്ടിയിട്ടില്ല. കഷ്ടം കഷ്ടം കഷ്ടകാലം, ഭാരതവംശത്തിന്റെ അധപ്പതനം. ഈ ദുര്യോധനനും കൂട്ടുകാരും ക്ഷത്രിയത്വത്തിനു തന്നെ കളങ്കമായിരിക്കുന്നു. സഭയിലിരിക്കുന്ന കൗരവന്മാർ കുലമര്യാദയുടെ നേരെ എന്തേ കണ്ണടയ്ക്കുന്നു? ദ്രോണരും ഭീഷ്മ പിതാമഹനും വിതുരശ്രീയും അവരുടെ എല്ലാം ആത്മബലം എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ഇത് ധർമ്മമാണോ? എന്തിനാണ് നിങ്ങൾ എല്ലാവരും ഈ അധർമ്മം നോക്കി ഇരിക്കുന്നത്? ഇത് ശരിയാണോ? ഇങ്ങനെ ക്രോധത്തോടു കൂടി ദ്രൗപദി പറയുകയാണ്. ദ്രൗപദിയുടെ ഇപ്രകാരമുള്ള ചോദ്യങ്ങളുടെ ഒരു ഉത്തരങ്ങളും ആരും കൊടുത്തില്ല. എല്ലാവരും നിസ്സഹായരായി അങ്ങനെ തല കുനിച്ച് ഇരിക്കുകയാണ്. ദുശാസനൻ പൊട്ടിച്ചിരിക്കുകയാണ്. ദാസി ദാസി എന്നൊക്കെ ഉറക്ക വിളിക്കുന്നുണ്ട്. ആ സമയം ഒരു ശബ്ദം, ഇത് ധർമ്മമല്ല. ആരാണത് പറയുന്നത്? ദുര്യോധനന്റെ സഹോദരൻ വികർണൻ. വികർണൻ ഉറക്കെ ചോദിക്കുകയാണ്, ഹേ സഭാവാസികളെ, ദ്രൗപദിയുടെ ഈ ചോദ്യത്തിന് എന്തേ ആരും ഉത്തരം പറയാത്തത്? നന്നായി ചിന്തിച്ചു വേണം ഉത്തരം പറയാൻ. ഉത്തരം പിശകിയാൽ ഉത്തരം പറയുന്ന ആൾ നരകത്തിൽ പോകേണ്ടി വരും. ഭീഷ്മരും വിതുരരും ഈ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഉത്തരം പറയാത്തത്? ആചാര്യൻ ദ്രോണരും കൃപരും എന്തുകൊണ്ട് മൗനം അവലംബിക്കുന്നു? ധാരാളം രാജാക്കന്മാരും ഇവിടെ ഉണ്ടല്ലോ, ആരും എന്താണ് ഉത്തരം പറയാത്തത്? ഇങ്ങനെ വികർണൻ ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുകയാണ്. എങ്കിലും
ആരും ഒരക്ഷരം പോലും പറയുന്നില്ല. ആ സമയത്ത് ദുര്യോധനൻ പറയുകയാണ്, വികർണ, മിണ്ടാതിരിക്കൂ, നീ ഇതിൽ ഇടപെടണ്ട. ഇവിടെ ദ്രൗപദി 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാണ്. ആ നിലയിൽ അവൾ വേശ്യയാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രം ഉടുക്കാതെയോ ഉടുത്തോ അവൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു ദോഷവുമില്ല എന്ന് ദുര്യോധനൻ പറയുന്നു. ആ സമയം കർണൻ ദുശാസനനോട് പറയുകയാണ്, വികർണൻ പറയുന്ന കാര്യമൊന്നും നീ മുഖവലക്കെടുക്കണ്ട, അവൻ ബാലനാണ്. അതിനാൽ ദ്രൗപദിയുടെ വസ്ത്രം മാത്രമല്ല, പാണ്ഡവരുടെ വസ്ത്രവും നീ അഴിച്ചെടുക്കുക എന്ന് പറയുന്നു. അതോടുകൂടി ദുശാസനൻ ദ്രൗപദിയുടെ വസ്ത്രം, ഉടുവസ്ത്രം അഴിക്കുവാനായി അവളുടെ വസ്ത്രത്തിൽ കൈവയ്ക്കുന്നു. ഇനി ആരും തന്നെ രക്ഷിക്കാനില്ല എന്ന തോന്നൽ ആ സമയം ദ്രൗപദിക്ക് ഉണ്ടാവുകയാണ്. ആരുമില്ലാത്തവൾക്ക് സർവേശ്വരൻ രക്ഷ. ദ്രൗപദി കരുണാവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ച് കരയുവാൻ തുടങ്ങി. കൃഷ്ണ, ആപത് ബാന്ധവ, കാരുണ്യരത്നാകരമേ, കൃഷ്ണ കൃപാവാരിധി, ദീനജന വത്സല, കൃഷ്ണ നീയും എന്നെ കൈവെടിഞ്ഞു. ഭഗവാനെ, ഗോവിന്ദ, ദ്വാരകാവാസിയായ ഭഗവാനെ, സച്ചിദാനന്ദ സ്വരൂപേ, ഗോപീ വല്ലഭ, സർവശക്തി സ്വരൂപ, എന്റെ പ്രഭു, കൗരവന്മാരിതാ എന്നെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കുന്നു. എല്ലാം അറിയുന്ന അങ്ങ് ഇത് മാത്രം അറിയുന്നില്ലേ? ഭഗവാനെ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദ്രൗപദി കരയുകയാണ്. ഈ സമയം ഭഗവാൻ ദ്വാരകയിൽ രുക്മിണിയുടെ മണിമഞ്ചത്തിൽ പള്ളിയുറങ്ങുകയായിരുന്നു. ഭഗവാൻ ഞെട്ടി ഉണരുന്നു. ഭക്തവാത്സല്യത്താൽ രോമാഞ്ചമണിഞ്ഞ ഭഗവാന്റെ കൈകൾ രണ്ടും മേൽപോട്ടുയരുന്നു. ആ തൃക്കരത്തിൽ നിന്ന് 1000 പട്ടുവസ്ത്രങ്ങൾ ദ്രൗപദിയുടെ അരയിൽ ചെന്ന് ചുറ്റിത്തുടങ്ങി. ഭഗവാൻ തൻ്റെ ഭക്തയുടെ മാനം കാക്കുകയാണ്. വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് ദുശാസനന്റെ കൈകൾ കുഴഞ്ഞു. പിന്നെയും പിന്നെയും പാഞ്ചാലിയുടെ അരയിൽ പൂഞ്ചേലകൾ വന്നു ചുറ്റുന്നത് കണ്ട് അവരെല്ലാവരും അതിശയിക്കുകയാണ്. എന്തൊരു ഭക്തവാത്സല്യമാണ് ഭഗവാൻ ആ നിമിഷം അവിടെ പ്രകടിപ്പിച്ചത്. ദുശാസനൻ കൈകുഴഞ്ഞ് തല കറങ്ങി താഴെ വീണു. ആ സമയം എല്ലാവരും തല ഉയർത്തി. എന്നിട്ട് എല്ലാവരും ദ്രൗപദിയെ പ്രശംസിച്ചു. ദുശാസനനെയും ദുര്യോധനനെയും നിന്ദിച്ചു, കർണനെയും നിന്ദിച്ചു. തുടർന്ന് ദ്രൗപദിയെ പ്രശംസിക്കുവാനും തുടങ്ങി. ഇത്രയും നേരം ഈ അധർമ്മങ്ങൾ മുഴുവനും കണ്ടിട്ടും മിണ്ടാതിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇപ്രകാരം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇവിടെ ദ്രൗപദിക്ക് തുണയായി കൃഷ്ണൻ വന്നിരിക്കുന്നു, ഭഗവാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതുവരെ കമ എന്ന ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന ആളുകൾ അവിടെ കിടന്ന് ബഹളം വെക്കുവാൻ തുടങ്ങി. ആ സമയം ഭീമൻ കോപം കൊണ്ട് വിറച്ചുകൊണ്ട് അദ്ദേഹം ശപഥം ചെയ്തു. ഞാനിതാ ശപഥം ചെയ്യുന്നു, ഈ ദുശാസനനെ നേരിട്ടുള്ള യുദ്ധത്തിൽ ഞാൻ തോൽപ്പിക്കുകയും ഇവന്റെ ഹൃദയം, ഇവന്റെ നെഞ്ചു പിളർന്ന് അവിടെ നിന്നും വരുന്ന ചുടുരക്തം ഞാൻ പാനം ചെയ്യും, അങ്ങനെ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് ഭീമൻ
ശപഥം ചെയ്യുന്നു. അത് കേട്ട് സഭാവാസികൾ എല്ലാവരും ഭയപ്പെട്ടു. ഒരു സ്ത്രീയെ ഈ സഭാമധ്യത്തിൽ അപമാനിച്ചത് കൊണ്ട് ഒരു വംശം തന്നെ നശിക്കാൻ പോവുകയാണ് എന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തുന്നു. കാരണം അബലയായ ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഇവിടെ വീണിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ വിതുരരുടെ അപേക്ഷ മാനിച്ച് ധൃതരാഷ്ട്രർ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദ്രൗപദിയോട് വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ പറയുന്നു. ദ്രൗപദി വരങ്ങൾ ചോദിക്കുന്നു. തൻ്റെ ഭർത്താക്കന്മാരെ മോചിപ്പിക്കണം എന്നാണ് വരങ്ങൾ ചോദിച്ചത്. ഭർത്താക്കന്മാരെ മോചിപ്പിക്കുന്നു, ദ്രൗപദിയെയും മോചിപ്പിക്കുന്നു. അങ്ങനെ മോചിപ്പിക്കപ്പെട്ട, അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട അവരെല്ലാവരും തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. വീണ്ടും ദുര്യോധനൻ ധൃതരാഷ്ട്രരെ കണ്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നും ഇനി സ്നേഹത്തോടു കൂടി ഇരിക്കാം, അതുകൊണ്ട് വീണ്ടും യുധിഷ്ഠിരനെ ഇവിടേക്ക് വിളിച്ച് സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചൂതാട്ടം നടത്തണമെന്ന് പറയുകയും അങ്ങനെ നിർബന്ധിക്കുകയും ചെയ്തതനുസരിച്ചിട്ട് വീണ്ടും ദൂതനെ പറഞ്ഞയച്ച് യുധിഷ്ഠിരനെ ഹസ്തിനപുരത്തിലേക്ക് വരുത്തുന്നു. അങ്ങനെ പാണ്ഡവരെല്ലാവരും അവിടെ എത്തിച്ചേരുന്നു. സ്നേഹത്തോടു കൂടി ഒരു കളി കൂടി കളിക്കണം എന്ന് ധൃതരാഷ്ട്രർ ആവശ്യപ്പെടുന്നു. ആ സമയം വീണ്ടും ശകുനിയാണ് കളിക്കാനിരിക്കുന്നത്. അവിടെ ഒരൊറ്റ വ്യവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ആ വ്യവസ്ഥ? അതായത് ചൂതുകളിയിൽ തോൽക്കുന്നവർ മാൻ തോലുടുത്ത് 12 വർഷം വനവാസം അനുഷ്ഠിക്കണം. അതിനുശേഷം ഏതെങ്കിലും പട്ടണത്തിൽ 1 വർഷം അജ്ഞാതവാസം നടത്തണം. ഈ അജ്ഞാതവാസക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടാൽ പന്തയത്തിന്റെ വ്യവസ്ഥ വീണ്ടും ആവർത്തിക്കണം. ഈ വ്യവസ്ഥ കേട്ടതും വിതുരർക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി. പാടില്ല എന്ന് പലതവണ പറഞ്ഞു, പക്ഷെ ആരും കേട്ടില്ല. വിധി അത് വന്നു ചേർന്നേ മതിയാകും. അങ്ങനെ ആ ചൂതാട്ടത്തിലും യുധിഷ്ഠിരൻ തോൽക്കുന്നു. അങ്ങനെ പാണ്ഡവര് വനവാസത്തിന് പുറപ്പെടുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സ്ത്രീയുടെ കണ്ണുനീർ വീണതോടുകൂടി ആ വംശം തന്നെ നശിക്കുകയാണ്. യുദ്ധത്തിന് കാരണമായത് ഈ ചൂതാട്ടവും ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപവുമാണ്. ഒരു കുലം, ആ കുലം മുടിഞ്ഞത് ഒരു സ്ത്രീയുടെ കണ്ണുനീര് വീണതുകൊണ്ടാണ് എന്ന് നമ്മൾ എല്ലാവരും ഓർക്കണം. ധർമ്മം അത് മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്നതും ധർമ്മത്തിനനുസരിച്ചിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത് എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. എല്ലാവരും നാരായണ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതണം. ഈ കഥയുടെ ഗുണപാഠം നിങ്ങൾ എല്ലാവരും സ്വയം ചിന്തിക്കണം. കഴിയുന്നെങ്കിൽ കമന്റിൽ എഴുതുക. ഭഗവാനെ സ്നേഹിക്കുക. ആരുമില്ലാത്തവർക്ക് ആപത്തുകാലത്ത് ഭഗവാൻ തുണയായിരിക്കും. മനസ്സു നിറഞ്ഞ് സ്നേഹിക്കുക. ഹരേ കൃഷ്ണ.